ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പാർട്ടി മേക്കപ്പ് ലുക്ക് ഇല്ലെങ്കിൽ ഒരു ഹെവി മേക്കപ്പ് ലുക്കാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ടോണർ നന്നായിട്ട് pH വാല്യൂവിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം അക്കലോജിക്കിൻ്റെ മോയ്സ്ചറൈസറും അതുപോലെ സൺസ്ക്രീനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും എൻ്റെ ബെസ്റ്റ് പ്രോഡക്റ്റാണ്. ഭയങ്കരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഇത് രണ്ടും. നമ്മുടെ സ്കിന്ന് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം. ഈ സൺസ്ക്രീൻ 2 ഫിംഗർ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 3 ഫിംഗർ മെത്തേഡും ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഞാൻ 2 ഫിംഗർ മെത്തേഡാണ് ഇവിടെ ചെയ്തത്. അതിനുശേഷം മെയ്ബ്ലിൻ ന്യൂയോർക്കിൻ്റെ 340 ഷെയ്ഡ് ഞാൻ എടുത്ത് ഫൗണ്ടേഷൻ എടുത്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഫേസിൽ ഞാൻ ജസ്റ്റ് ഓവറോൾ ഇടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തേക്ക് ബ്യൂട്ടി ബ്ലെൻഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഇപ്പം ഞാൻ ഫിംഗേഴ്സ് വെച്ചാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അതും നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് കൂടുതലും ഇഷ്ടമുള്ളത് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ അതിന് ശേഷം അതിൻ്റെ തന്നെ മെയ്ബ്ലിൻ ന്യൂയോർക്കിൻ്റെ തന്നെ കൺസീലർ യൂസ് ചെയ്ത് ഞാൻ കണ്ണിൻ്റെ അടിയിലും അതുപോലെ ഐബ്രോയിലും നോസിൻ്റെ ബ്രിഡ്ജിൻ്റെ അവിടെ ആയിട്ടുമൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഈവൻ ടോൺ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ഇതും കൂടെ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പം കൺസീലർ ഇട്ട ഏരിയയിൽ മെയ്ബ്ലിൻ ന്യൂയോർക്കിൻ്റെ കോമ്പാക്ട് പൗഡറും യൂസ് ചെയ്തൊന്ന് സെറ്റ് ചെയ്യുകയാണ് ഞാൻ. സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഓക്കെ സെറ്റായിട്ടുണ്ട്. ആ ഏരിയയിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഐബ്രോ ഭയങ്കരമായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ ഐബ്രോ ആക്ച്വലി ഞാൻ ത്രെഡ് ചെയ്യാത്ത ഐബ്രോ ആണ്, എന്നാലും ഭംഗിയോടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മേളിലെ ഫ്രണ്ടിലത്തെ ഭാഗം മാത്രമാണ് കൂടുതൽ അപ്ലൈ ചെയ്യാറുള്ളത്. പിന്നെ നിവിയയുടെ ഒരു ലിപ് ബാം യൂസ് ചെയ്ത് ആ ലിപ്പ് തന്നെ റഷ് ചെയ്യുന്നുണ്ട്. ഈ കാണിക്കുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഒരു 24 ബ്രഷസ് ഉള്ള ഒരു കിറ്റാണിത്. ഇതെല്ലാം യൂസ്ഫുള്ളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യനൊക്കെ യൂസ്ഫുള്ളായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ബിഗിനറാണല്ലോ. പിന്നെ അതിന് ശേഷം ഈ കാണുന്ന ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഐലൈനർ നമ്മൾ ചെയ്തില്ലേ വിങ് ലൈനായിട്ട്, ആ ഒരു ഏരിയയിൽ ഞാൻ വിങ് ലൈൻ ചെയ്യുന്ന പോലെ ഒരു വരയാണ് കണ്ണിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കുന്നത്. 2 കണ്ണിലും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗ്രീസ് ഏരിയയിലോട്ട് മുന്നോട്ട് ഞാനത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു കണ്ണൊക്കെ ഒന്ന് വിടർന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ 2 കണ്ണിലും ചെയ്തത്. ഈ ഒരു ഇപ്പുറത്തെ കണ്ണിൽ ചെയ്യുന്ന വ്യക്തമായിട്ട് കാണാമല്ലോ നിങ്ങൾക്ക്. എന്നിട്ട് ഈ കാണുന്ന ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മിഡ് പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു നല്ല ലുക്ക്. എന്നിട്ട് വിങ് ലൈൻ കൂടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസം ഉണ്ടാവും. ലാക്മേയുടെ ഐക്കോണിക്കിൻ്റെ ഐലൈനറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു മസ്റ്റ് ഹാവ് ആണ്, നല്ലതാണ്. ഇത് നമ്മൾ കണ്ണിനെ ഇപ്പം വിങ് ലൈൻ ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഡിഫൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേറ്റഡ് വളരെ തിന്നായതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് വരച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ വാഷ് ചെയ്താലൊന്നും പോകത്തില്ല, വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇളക്കിയെടുത്താൽ മതി, അത്രയും ഈസിയാണ്. ഇപ്പം തന്നെ കാണുമ്പോൾ ഒരു ചേഞ്ച് ഫീൽ ചെയ്തില്ലേ കണ്ണിൽ? എൻ്റെ കണ്ണ് വളരെ കുഞ്ഞാണ്, പക്ഷെ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒരു നീളമുള്ള കണ്ണ് പോലെയൊക്കെ തോന്നിച്ച് വലുപ്പമൊക്കെ തോന്നില്ലേ. പിന്നെ അതിനുശേഷം കളർ ബാറിൻ്റെ മസ്കാര യൂസ് ചെയ്ത്, അത് ഭയങ്കര നല്ല മസ്കാര കേട്ടോ. എൻ്റെ റിയാക്ഷൻ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇതിൽ തന്നെ പെട്ടെന്ന് കണ്ണ് പീലിയൊക്കെ വിടർന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതും നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ, വാങ്ങാം. ഒത്തിരി ഒരുങ്ങാൻ അറിയത്തില്ല, എന്നാലും പ്രോഡക്റ്റുകളൊക്കെ വേണം എന്ന് തോന്നുന്നവർക്ക് ഇത് വാങ്ങുന്നത് നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾ എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കളർ ബാറിൻ്റെ വാമ്പയർ എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഞാൻ പണ്ട് മുതലേ ഈ ഷെയ്ഡ്, ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് തപ്പി നടക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ചേച്ചിയാണ് എനിക്ക് ഈ ഷെയ്ഡ് പറഞ്ഞു തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ കളറാണ് കേട്ടോ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത്. എനിക്ക് കൂടുതൽ അതാണ് ചെയ്യുന്നത്. അതിന് ശേഷം ലാക്മേയുടെ ഫോർ എവർ മാറ്റിൻ്റെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താണ് ഇവിടെ ബ്ലഷ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് റെഡ് വൈൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമല്ല, അത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് ഒത്തിരി പിഗ്മെൻറ്റഡ് ഭയങ്കര കുറവാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. പിന്നെ ഒരു ഹെയർ സിറം യൂസ് ചെയ്തു ഞാൻ. മുടി ജസ്റ്റ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടോ. പിന്നെ അതിന് ശേഷം പാർട്ടി വെയർ ഡ്രസ്സായിരുന്നു ഞാൻ വെയർ ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ചേരുന്നൊരു വലിയൊരു കമ്മലിട്ടു. ഡ്രസ്സ് ബ്ലാക്ക് ആയതുകൊണ്ട് കമ്മൽ വൈറ്റ് ഇടാമെന്ന് വിചാരിച്ചു. മാലയൊന്നും ഇട്ടില്ല, കയ്യിലും അങ്ങനെ ഒന്നും ഇടാറില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.